ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യം. തന്റെ സ്വന്തം പ്രധാനം ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നമ്മുടെ ജീവിതത്തില് നാം അന്വേഷിച്ച് കണ്ടെത്തുന്ന ചിലരുണ്ട്, യാദൃശ്ചികമായി കണ്ടെത്തുന്ന ചിലരുണ്ട്. നമ്മുടെ നാട്ടിലെ പശ്ചാത്തലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒന്നുണ്ട്. എന്തെന്നറിയാവോ? വിവാഹത്തോട് ബന്ധപ്പെട്ട് വധുവിനെയും വരനെയും അന്വേഷിക്കുന്നത്. ഇപ്പോൾ തിരക്കുന്നതിന് നീളമെല്ലാം കുറഞ്ഞെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം അന്വേഷിച്ചതിന് ശേഷമായിരിക്കും ആ തീരുമാനത്തിൽ രണ്ട് കുടുംബങ്ങളും എത്തിച്ചേരുന്നത്. എന്നാൽ അപ്പോൾ തന്നെ യാദൃശ്ചികമായി കണ്ടെത്തുന്ന ഇണകളും ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ട്രെയിൻ യാത്രയിലാകാം, ചിലപ്പോൾ ഏതെങ്കിലും ജോലി സ്ഥലത്ത് വെച്ചാകാം. എങ്ങനെയായാലും യാദൃശ്ചികമായി തനിക്ക് ചേർന്ന ഇണയെയും മനുഷ്യൻ കണ്ടെത്താറുണ്ട്. ഇത് രണ്ട് വിധത്തിൽ എങ്ങനെ കണ്ടെത്തിയാലും അതിന്റെ പ്രയാണം അഥവാ അതിന്റെ പരിണിത ഫലം, അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നറിയുന്നത് പണ്ടൊക്കെ സിനിമയുടെയും നാടകത്തിന്റെയും എല്ലാം പരസ്യത്തോട് ബന്ധപ്പെട്ട് ബിറ്റ് നോട്ടീസ് അടിക്കും, കൊച്ചൊരു നോട്ടീസ്. ആ കഥയെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ എന്ന് കൊടുത്തിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ എഴുതി വെക്കും ശേഷം സ്ക്രീനിൽ എന്ന്. അപ്പോൾ ആ സിനിമയോ നാടകത്തെ കുറിച്ചോ പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യണം? സിനിമാ തിയേറ്ററിൽ പോയിട്ട് അത് ആദ്യം മുതൽ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ എന്തായിട്ട് അത് അവസാനിച്ചു എന്ന് അറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയാണ് സ്വർഗരാജ്യം എപ്രകാരം ഉള്ളത് എന്നതിനെ കുറിച്ച്. രണ്ട് മനുഷ്യർ, ഒരാള് യാദൃശ്ചികമായി കണ്ടെത്തി, ഒരാള് അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, ഈ രണ്ടു പേരും കണ്ടെത്തിയതിനെ നേടുവാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടായിരുന്നതിനെയെല്ലാം അവർ വിറ്റ് കളഞ്ഞു. അവർ പുതുതായിട്ടെന്തോ കണ്ടു. ആ കണ്ടത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിനെല്ലാം അവർ വിറ്റ് കളഞ്ഞിട്ട് അവർ ഇതിനെ വാങ്ങി. ചുരുക്കത്തിൽ ഇതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന സകലത്തെയും വിറ്റ് ഇപ്രകാരമുള്ള ഒരു മുത്ത് അല്ലെങ്കിൽ ആ വസ്തു, ആ വയൽ വാങ്ങണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രാധാന്യമുള്ളത് ഉണ്ട് എന്നാണ് യേശു അവിടെ അർത്ഥമാക്കുന്നത്. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നാം വിലയുള്ളത് എന്ന് കരുതുന്ന ചിലത് നാം വിറ്റ് കളയേണ്ടതായിട്ട് വരും. സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ ഭൂമിയിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ചിലതിനെയെല്ലാം നാം വിട്ട് കളയേണ്ടതായിട്ട് വരും. സ്വർഗരാജ്യം നാം അവകാശമാക്കണമെങ്കിൽ പ്രധാനപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമെന്ന് കരുതുന്ന ചിലതിനെ നാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ നമുക്ക് സ്വർഗരാജ്യത്തോട് അത് അവകാശമാക്കുന്നതിനോട് എന്തുമാത്രം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം വിശപ്പുണ്ട്. വിശപ്പ് കൂടുന്നതിനനുസരിച്ചാണല്ലോ മനുഷ്യൻ ആഹാരം ധാരാളമായി കഴിക്കുന്നത്. സ്വർഗരാജ്യം എന്ന അവസ്ഥ പ്രാപിച്ചെടുക്കേണ്ടതിന് നമ്മുടെ അന്തരംഗങ്ങളില് എന്തുമാത്രം താല്പര്യമുണ്ട്. സ്തോത്രം. അതാണ് വാസ്തവത്തിൽ ഈ ഉപമയിൽ കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്.
നാം ഇന്ന് ഇംഗ്ലണ്ടിലായിരിക്കുന്നു. എന്തുകൊണ്ട് നാം ഇംഗ്ലണ്ടിലേക്ക് വന്നു? നാം നാട്ടിലായിരുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നാം എവിടെയായിരുന്നുവോ അതിനേക്കാൾ മേൽത്തരമായ ഒരു ഭാവിക്ക് വേണ്ടി, അതിനേക്കാൾ മേൽത്തരമായ ഒരു ജീവിത നിലവാരത്തിന് വേണ്ടി, അതിനേക്കാൾ മേൽത്തരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി, എല്ലാം മേൽത്തരമായ നിലയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെയെല്ലാം നാം ഉപേക്ഷിച്ച് നാം ഇംഗ്ലണ്ടിൽ ഇന്നെത്തിയിരിക്കുന്നു. ഇവിടെ വന്നിട്ടും തൃപ്തിയില്ലാത്തവര് ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലുമെല്ലാം വീണ്ടും കുടിയേറി പാർക്കുകയുണ്ടായി. എന്നാൽ അപ്പോൾ തന്നെ നാം ചിന്തിക്കണം, ഇതേ സാലറി കിട്ടുന്ന ഒരു ഓഫർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരെ കൊണ്ടുപോകും? ആരും തന്നെ പോകത്തില്ല. കാരണം നമുക്കറിയാം, സാലറിയേക്കാൾ ചില പ്രശ്നങ്ങൾ അവിടെ നമ്മെ കാത്തിരിപ്പുണ്ട്. ചിലപ്പോൾ സാലറി മേടിക്കാൻ പോലും നമുക്ക് സമയം കിട്ടി എന്ന് വരത്തില്ല. അപ്പോൾ നമുക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് നാം ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭിക്കുന്നത് എന്ത് എന്നതിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നാം ചിലതിനെല്ലാം ഉപേക്ഷിച്ചത്. ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നാം എല്ലാം പലതും ഉപേക്ഷിച്ചു. താൽക്കാലികമായിട്ട് നാം വിട്ടുകളഞ്ഞ പലരുണ്ട്. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, മിത്രങ്ങളെ, നമുക്ക് പ്രധാനപ്പെട്ട ചിലതിനെയെല്ലാം നാം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ വരേണ്ടതിന് വേണ്ടിയിട്ട് നാം ഉപേക്ഷിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചിന്തിക്കണം, സ്വർഗരാജ്യത്തെ നേടുവാൻ വേണ്ടിയിട്ട് നാം വാസ്തവത്തിൽ എന്താണ് ഉപേക്ഷിച്ചത്? എനിക്ക് പ്രിയ സുജിത് സഹോദരൻ ഈ കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ താൻ കണ്ടെത്തിയതായ ആ മുത്തിന്റെ വിലയെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ ആയിരുന്ന സ്ഥാനത്ത് ഉപേക്ഷിക്കേണ്ടതിനെല്ലാം താൻ ഉപേക്ഷിച്ചു. തന്റെ മാതാപിതാക്കൾ തന്നെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. തന്റെ ബന്ധുമിത്രാദികളെ തനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട് താൻ ഉപേക്ഷിച്ചു? തനിക്ക് ലഭിക്കുവാനിരിക്കുന്നത് ഇതിനേക്കാളെല്ലാം മേൽത്തരമെന്നുള്ളതായ ദൃഢബോധം തനിക്കുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സഹോദരനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറയുകയാണ്, നിങ്ങൾക്കിത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചിലത് വിട്ട് കളയണം, അല്ലെങ്കിൽ ചിലത് നിങ്ങൾ മനഃപൂർവമായി ഉപേക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യനെ ഈ ഭാഗം നാം അല്പം കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ലോകത്ത് യേശു എന്ന സത്യം മനുഷ്യർ അറിയുന്നത് പല വിധത്തിലാണ്. നമ്മിൽ ഭൂരിഭാഗം പേരും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കുറച്ചൊക്കെ അറിയുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചു. മറ്റു ചിലർ ക്രിസ്തുവിനെ അറിയുന്നത് ക്രിസ്ത്യാനികളായ അവരുടെ കൂട്ടുകാരിൽ കൂടിയാകാം. വേറെ ചിലർ ക്രിസ്തുവിനെ അറിയുന്നത് ഏതെങ്കിലും പരസ്യയോഗത്തിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ട് ആകർഷിക്കപ്പെട്ടാകാം. മറ്റു ചിലർ കർത്താവിനെ അറിയുന്നത് കഠിനമായ പരിശോധനകളിൽ കൂടെ പോകുമ്പോൾ മറ്റൊരു മാർഗവുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് കേട്ട് ആ യേശുവിനെ പിൻപറ്റുന്ന അനുഭവമാകാം. ഏത് വിധത്തിലാണ് എങ്കിലും സ്വർഗത്തിലെ ദൈവം ഒരു അവസരം മനുഷ്യനായി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരുവൻ അവന്റെ സാധാരണ ജീവിതത്തെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് തന്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചെല്ലാം ചിന്തിച്ചുകൊണ്ട് കൂട്ടിയും കിഴിച്ചും ഹരിച്ചും ഗുണിച്ചും എല്ലാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ യാദൃശ്ചികമായി വയലിൽ മറഞ്ഞിരിക്കുന്ന ആ നിധിയെ അവൻ കണ്ടെത്തി. അഥവാ അവന്റെ ദിനചര്യയുള്ള ബന്ധത്തിൽ അവൻ എങ്ങോട്ടോ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ യേശുവിനെ കുറിച്ച് അവന് കേൾക്കുവാൻ ഒരു അവസരം കിട്ടി. അതുവരെയും മറഞ്ഞു കിടന്ന ഒരു വസ്തുതയെ കുറിച്ച് അവൻ കേട്ടപ്പോൾ കേട്ടത് സത്യമെന്ന് അവൻ ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അത് നേടുവാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായി. രണ്ടാമത്തെ വ്യക്തി സത്യം അറിയണം എന്നുള്ളതായ ആഗ്രഹം പോലെ
അവന് കൂടുതൽ നല്ലൊരു മുത്ത് വേണം, മുത്ത് വ്യാപാരിയാണ്. അത് തനിക്ക് വളരെ വിലയേറിയ ഒരു മുത്ത് വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ അതേ ഒരു മുത്ത് അവൻ കണ്ടെത്തി. അവന് മനസ്സിലായി ഇത് വളരെ വിലയേറിയതാണ്, എനിക്ക് ഈ മുത്ത് വേണം, ഞാൻ ഇതിനെ കരസ്ഥമാക്കും. അവൻ അവനുള്ളതെല്ലാം വിറ്റ് കളഞ്ഞു. അഥവാ ദൈവവചനം അവന്റെ ഹൃദയത്തിൽ അതെ ആഴമായി പതിയുവാൻ ഒരവസരം അവന്റെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം ഒരുക്കി കൊടുത്തു. നമ്മെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് മറന്നു കിടന്ന മുത്തല്ലേ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിങ്ങളും ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടെങ്കിലും വാസ്തവത്തിൽ ഈ ക്രിസ്തു എന്ന മുത്തിനെ കുറിച്ച് നമുക്ക് എന്തുമാത്രം അറിയാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ മുത്തിനെ കുറിച്ച് നമുക്കൊരു വെളിപ്പാട് കിട്ടിയപ്പോൾ അഥവാ ദൈവവചന സത്യങ്ങളെ കുറിച്ച് ആഴമായി ഗ്രഹിക്കുവാനുള്ളതായ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കി തന്നപ്പോൾ അത് വിശ്വസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് കൃപ കാണിച്ചു. അതുകൊണ്ട് മാത്രമല്ലേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ എനിക്കിന്ന് സാധ്യമായത്. ഹല്ലേലൂയ, സ്തോത്രം. ഏത് തരക്കാരനായിരുന്നാലും ഏത് ജാതിയിൽപ്പെട്ടവനായിരുന്നാലും അത് യഹൂദനായാലും ഹല്ലേലൂയ സ്തോത്രം ഗ്രീക്കുകാരനായിരുന്നാലും ജാതികളിൽപ്പെട്ടവനായാലും സ്വർഗത്തിലെ ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാവരെയും തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതായ വഴി യേശു എന്ന ഒരൊറ്റ വഴി മാത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ആരും ഒരു പക്ഷേ അന്വേഷിച്ചു പോയവരല്ല. ഒരു പക്ഷേ നാം ആരും സത്യം അറിയണമെന്നുള്ളതായ ആഗ്രഹത്തിന്റെ പുറത്ത് പോയവരല്ലായിരിക്കാം. എന്നാൽ സത്യം അറിയുവാനുള്ള ഒരു അവസരം, ഒരു ക്രമീകരണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി ഒരുക്കി തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചിലർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് അറിയുന്നു, ചിലർ സാഹചര്യങ്ങളിൽ കൂടെ അറിയുന്നു. ഏത് വിധത്തിലായാലും കർത്താവിനെ അറിയുന്നതാണ് ഏറ്റവും മഹത്തരമായ കാര്യം. അപ്പോൾ നിധി കണ്ടെത്തണമെങ്കിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഒന്നാമതായിട്ട് നാം ഒരു അന്വേഷണ ത്വരയുള്ളവരാണ്, അല്ലെങ്കിൽ കേൾക്കുന്നത് വിശ്വസിക്കുവാനുള്ളതായ ആഗ്രഹമുള്ളവരായിരിക്കണം. ഏത് വിധത്തിലാണെങ്കിലും ഒരു സമർപ്പണമോ ഒരു വിധേയത്വമോ ഒരു തീരുമാനമോ നാം എടുക്കണമെങ്കിൽ കണ്ടതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. കേട്ടതിനെ കുറിച്ച് നമുക്കൊരു നിശ്ചയം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നാം ഒരു തീരുമാനം കൈക്കൊള്ളുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെയും കൂട്ടുകാരുടെയും എല്ലാം ഉപദേശങ്ങൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട്. നാം അവരെ മാനിക്കുന്നത് കൊണ്ടാണ് അവർ പറയുന്നത് നാം ചെവിക്കൊള്ളുന്നത്. ശരിയല്ലേ? അവരോട് നമുക്ക് താല്പര്യമില്ല എങ്കിൽ അവർ പറയുന്നത് നമുക്ക് കേൾക്കുമോ? കേൾക്കത്തില്ല. എന്നാൽ യേശു ഈ മുത്ത് കണ്ടുപിടിച്ച വ്യാപാരിയെ കുറിച്ച് പറയുകയാണ്. ആ മനുഷ്യന് വിലപിടിപ്പുള്ളതായ ഒന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവന്റെ കൈവശം ഉണ്ടായിരുന്നതിനെല്ലാം അവൻ വിറ്റുകളഞ്ഞ് ഇതിനെ സ്വന്തമാക്കി. വഴിയോരങ്ങളിൽ നാം കാണാറുള്ള കാഴ്ചയാണ്. ചില്ലറകൾ ചിലപ്പോൾ അങ്ങനെ കിടക്കും. ചില ആൾക്കാർ ഈ ചില്ലറ നാണയത്തുട്ടുകൾ കണ്ടാൽ പോലും അങ്ങ് കടന്നു പോകും. കാരണം എന്തെന്നറിയാമോ? ആ കിടക്കുന്നതിനേക്കാൾ ഏറെ അവന്റെ കൈവശമുണ്ട്. ഇത് കിട്ടിയിട്ട് വേണ്ട ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങൾ നടത്തുവാൻ. എന്നാൽ അതിനേക്കാൾ ഏറെയായി ഈ താഴെ കിടക്കുന്ന നാണയം കൊണ്ട് എനിക്ക് ചിലത് നേടിയെടുക്കുവാൻ കഴിയും എന്ന് ബോധ്യമുള്ളവൻ അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ അവൻ സ്വന്തമാക്കും, അവഗണിച്ച് കടന്നു പോകുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ പലതിനെയും നാം അറിയാതെ ചിലപ്പോൾ അവഗണിച്ചു പോകാറുണ്ട്. എന്നാൽ ക്രിസ്തുവിനെ മാത്രം അവഗണിക്കരുത്. മറ്റെന്ത് നാം അവഗണിച്ചു പോയാലും നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും തന്നെ സംഭവിക്കത്തില്ല. എന്നാൽ ക്രിസ്തുവിനെ അവഗണിച്ചാൽ വരുവാനുള്ള ജീവിതത്തിൽ അത് നമുക്ക് കനത്ത നഷ്ടമായിട്ട് ഭവിച്ചേക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സന്തോഷത്തിലും
നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ സമ്പന്നതയിലും പലപ്പോഴും പലരും നമ്മെ തേടി വന്നേക്കാം. നമ്മോട് ചേർന്ന് സ്നേഹ സൽക്കാരങ്ങളിൽ അവരിൽ പലരും പങ്കാളികളുമായേക്കാം. എന്നാൽ നാം കഷ്ടത്തിലായി കഴിഞ്ഞാൽ, നാം രോഗിയായി കഴിഞ്ഞാൽ, നാം വളരെ പ്രയാസത്തിലായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായി തകർന്നു കഴിഞ്ഞാൽ, അതുവരെയും നമ്മോട് കൂടെ നടന്ന എത്ര പേർ കടന്നു വരും? ആരും തന്നെ ഉണ്ടാകത്തില്ല. അഥവാ ആരെങ്കിലും വന്നാൽ ഞാൻ പറയട്ടെ, അവനായിരിക്കും ഏറ്റവും നല്ല സ്നേഹിതൻ. കഷ്ടങ്ങളിൽ നമ്മോട് കൂടെ വന്ന് ഒരല്പം ആശ്വാസം പകരുന്നവനായിരിക്കും ശരിയായ സ്നേഹിതൻ. യേശു ഒരു ഉപമ പറഞ്ഞു ശമരിയക്കാരനെ കുറിച്ച്. അന്ന് ആ വഴിയോരത്ത് മൃതപ്രായനായി, പ്രതീക്ഷയറ്റവനായി, പരിക്കുകളെ എല്ലാം ഏറ്റു തകർന്നു കിടന്ന ആ മനുഷ്യന്റെ മുമ്പിൽ കൂടെ പല പ്രിയപ്പെട്ടവരും കടന്നുപോയി. സമൂഹത്തിലെ മാന്യന്മാരും മതത്തിന്റെ നേതാക്കന്മാരും എല്ലാം കടന്നുപോയി. എന്നാൽ ആ മൃതപ്രായനെ സംബന്ധിച്ചിടത്തോളം അവരാരും അവന് പ്രയോജനപ്പെട്ടില്ല. എന്നാൽ സമൂഹം നിന്ദിച്ച് പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ ശമര്യൻ എന്ന ഒരു മനുഷ്യൻ അവന്റെ അരികിലേക്ക് കടന്നു ചെന്ന് അവൻ ആവശ്യമായ ശുശ്രൂഷകളെല്ലാം ചെയ്ത് അവനെ കാത്തു, അവനെ സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരിയായ സ്നേഹിതൻ ആരായിരുന്നു? ആ ശമരിയക്കാരനായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സുഖത്തിലും നമ്മുടെ സമൃദ്ധിയിലും നമ്മുടെ സമ്പന്നതയിലും നമ്മോടൊപ്പം കൂടുന്നവരല്ല നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്, നമ്മുടെ സ്നേഹിതൻ. മറിച്ച് നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മോട് അടുത്ത് വന്നിരുന്ന് നമ്മോടൊപ്പം നമ്മുടെ വേദനയിൽ പങ്കാളിയാകുന്നവനാണ് ശരിയായ സ്നേഹിതൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ കർത്താവ് കഷ്ടങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയാണ് എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അവനെ പോലെ സ്നേഹിക്കുന്നവൻ മറ്റാരുണ്ട്? പ്രിയമുള്ളവരെ, പെറ്റ തള്ളയേക്കാൾ നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, നമ്മെ സൗഖ്യമാക്കുന്നവൻ, ക്ഷാമകാലത്തും ക്ഷേമത്തോടെ നമ്മെ പോറ്റുന്നവൻ. ഹല്ലേലൂയ, പാപഭാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചവൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കായി ക്രൂശിൽ മരിച്ച് തന്റെ ജീവനെ നമുക്കായി തന്നവൻ. ഇവനെ പോലെ ഒരു സ്നേഹിതൻ വേറെ ആരുള്ളൂ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സുഹൃത്തുക്കൾക്ക് തരാൻ കഴിയാത്ത സ്നേഹം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, നമ്മുടെ സുഹൃത്തുക്കൾക്ക് തരുവാൻ കഴിയാത്ത സന്തോഷം, അതാണ് ക്രിസ്തു യേശു തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കുമായി കൊടുക്കുന്നത്. മറ്റൊരു വ്യക്തിക്കും തരുവാൻ കഴിയാത്ത സമാധാനം, മറ്റൊരുവരും തരുവാൻ കഴിയാത്ത ദിവ്യമായ സന്തോഷം, സംതൃപ്തി, ഇവയെല്ലാം എല്ലാത്തിനും ഉപരിയായി നിത്യജീവനും കർത്താവ് ഓരോ വ്യക്തികൾക്കും ഒരുക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ജീവിതാവസാനം ഞാൻ എവിടെ ചെലവഴിക്കണമെന്ന് ആരാ തീരുമാനിക്കണ്ടേ? ഞാൻ തീരുമാനിക്കണം. എന്റെ ജീവിതം എങ്ങനെ ഒഴുക്കിക്കളയണമെന്ന്, അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ആ കാര്യത്തിൽ മറ്റൊരാൾക്കും ഉത്തരവാദിത്തമില്ല. ആ കാര്യത്തിൽ പ്രിയ സഹോദരനെ ദൈവത്തെ വീണ്ടും സ്തുതിക്കുന്നു. തന്റെ ജീവിതാവസാനം താൻ എവിടെ ആക്കി തീർക്കണമെന്ന് ആ പ്രിയ സഹോദരന് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട് അത് മേഖലമായതിനെ സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ആ മകനോട് കൃപ ചെയ്തു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരുപക്ഷെ മനുഷ്യർ തങ്ങളുടെ ആരോഗ്യത്തിലും തങ്ങളുടെ സമൃദ്ധിയിലും തങ്ങളുടെ സമ്പത്തിലും ജോലിയിലുമെല്ലാം പ്രശംസിക്കുന്നവരാകാം. അങ്ങനെയുള്ള ആൾക്കാരെ കാണാമല്ലേ? അവന്റെ ജോലിയെ കുറിച്ച് അവർ പ്രശംസിച്ചുകൊണ്ടേയിരിക്കും, ആരോഗ്യത്തെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടേയിരിക്കും, സമ്പത്തിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതെല്ലാം തകിടം മറിയുവാൻ, സൗന്ദര്യത്തിൽ ചുളിവുകൾ വീഴുവാൻ, സമ്പത്തിൽ എത്രമാത്രം ഓടിയാലും എന്ത് പ്രയോജനം? തങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്നത് അനുഭവിക്കുന്നത് വചനം ചോദിക്കുമ്പോൾ, അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ശ്രദ്ധ ഇതെല്ലാം തരുന്ന, ദാനമായി തരുന്ന ആ ദാതാവിലേക്ക് ആകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ലോക സുഖങ്ങൾക്ക് തരുവാൻ കഴിയാത്തത് അതേ കർത്താവിന് തരുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് നാം യേശുവിനെ ഏറ്റവും അധികമായി സ്നേഹിക്കണം? എന്തുകൊണ്ട് യേശുവിന് വേണ്ടി മറ്റുള്ളതിനെ നാം വിട്ടൊഴിക്കണം? ഒരുപാട് കാരണങ്ങളുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാപഭാരത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് കർത്താവ് നമുക്ക് നീക്കുപോക്ക് കൽപ്പിച്ചതുകൊണ്ട് അവനെ സ്നേഹിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ക്രിസ്തുവിൽ കൂടെ നാം ദത്തുപുത്രന്മാരും ദത്തുപുത്രികളുമാക്കി സ്വർഗത്തിന്റെ അവകാശികളാക്കി നമ്മെ തീർത്തതുകൊണ്ട് അതെ അവനെ പിൻപറ്റുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. ഇവിടെ ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. നാം ആയിരുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അതെ അവനെ സ്നേഹിക്കുവാൻ, അവനെ കരുതുവാൻ, അവനെ സൂക്ഷിക്കുവാൻ അതെ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ആ കുറിവാക്യം നമുക്കൊന്ന് വായിക്കണം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഒറ്റ നോട്ടത്തിൽ ഈ വേദഭാഗം വായിക്കുന്ന മനുഷ്യൻ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ക്രിസ്തുവിന് വേണ്ടി തനിക്കുള്ളതെല്ലാം വിൽക്കണമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവന്റെ സാധാരണ ബുദ്ധിയിൽ കടന്നു വരുന്ന ചിന്ത എന്തായിരിക്കും? അയ്യോ, ഈ ക്രിസ്തുവിനെ നേടണമെങ്കിൽ ഞാൻ എന്റെ വീട് ഉപേക്ഷിക്കണോ, ഞാൻ എന്റെ കാറ് കളയണോ, എനിക്കുള്ള സ്വത്തുവകകൾ ഞാൻ ഉപേക്ഷിക്കണോ? ഇങ്ങനെയുള്ളതായ ചിന്തകൾ ഇത് വായിക്കുന്ന മനുഷ്യന് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ യേശു ഉദ്ദേശിച്ചത് വീട് വിൽക്കുവാനോ കാറ് വിൽക്കുവാനോ ഉള്ളതെല്ലാം കളയുവാനോ അല്ല. മറിച്ച് സ്വർഗരാജ്യം ലഭിക്കേണ്ടതിന് തടസ്സമായി നമ്മിൽ ഉള്ളതായ ചില അനുഭവങ്ങൾ നാം ഉപേക്ഷിക്കണം. സ്വർഗരാജ്യ പ്രവേശനം എന്ന് പറയുന്നത് നരകത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ നാം നരകത്തിന്റെ അവകാശി ആക്കി വെച്ചിരിക്കുന്ന എന്താ? നമ്മളുടെ പാപസ്വഭാവങ്ങൾ. സ്വർഗത്തിലേക്ക് നാം പോകണമെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താ? പാപത്തെ ഉപേക്ഷിക്കണം. നരകത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ നമുക്കായി വഴി തുറക്കുന്നു. സ്വർഗരാജ്യം എന്നത് മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നാം എല്ലാവരും മരണത്തിന്റെ അവകാശികളായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ നാം നിത്യജീവന്റെ അവകാശികളായിട്ട് മാറുന്നു. സ്വർഗരാജ്യം എന്ന് പറയുന്നത് തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുന്ന അവസ്ഥയാണ്. നാം എല്ലാവരും ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവരായിരുന്നു. എന്നാൽ ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് പാപനിമിത്തം അവൻ ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടത്തിൽ വിശ്വസിക്കുമ്പോൾ നാം എന്തായി തീരുന്നു? നാം വീണ്ടെടുക്കപ്പെട്ടവരായി തീരുന്നു. അപ്പോൾ ചിന്തിക്കേണ്ടത്, സ്വർഗരാജ്യ പ്രവേശനത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇപ്പോഴും തൂങ്ങിക്കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നാം ഉപേക്ഷിക്കണം. ക്രിസ്തുവിനായി നാം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശുവില്ലാത്ത ജീവിതം അതുകൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഒരുപക്ഷേ നമ്മെ ക്രിസ്തുവിൽ നിന്നും അകറ്റി നിർത്തുന്നത് നമ്മുടെ പണമാകാം, നമ്മുടെ സാമ്പത്തിക നിലവാരമാകാം, നമ്മുടെ മറ്റുള്ളവരോടൊപ്പമുള്ളതായ ജീവിതമാകാം. ഏതായിരുന്നാലും ക്രിസ്തുവിനെ പ്രതി ഇതെല്ലാം ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായില്ല എങ്കിൽ സ്വർഗരാജ്യ പ്രവേശനം അതേ നമുക്ക് ഒരു വിലകതയായിട്ട് മാറും. ഇംഗ്ലണ്ടിൽ വരുവാൻ നാം ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കുവാൻ തയ്യാറായി. എന്തുകൊണ്ട്? ഇവിടെ വന്നാൽ നമുക്ക് ചിലത് കിട്ടുമെന്നുള്ളതായ ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട്. ഇതേ കാഴ്ചപ്പാടിനേക്കാൾ ഏറിയ കാഴ്ചപ്പാടായിരിക്കണം സ്വർഗരാജ്യത്തെ കുറിച്ച് നമ്മുടെ പ്രകാശിക്കേണ്ടത്. അതിനായി നമുക്കൊരുങ്ങാം. ഈ വിഷയത്തെ, ഈ വേദഭാഗത്തെ അല്പം കൂടി ആത്മീകമായി ചിന്തിച്ചാൽ നമുക്ക് മറ്റൊരു തലത്തിലേക്ക് കടക്കുവാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെടഞ്ഞുണ്ടാക്കി. എന്നിട്ട് അവനിലേക്ക് ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അഥവാ ഈ മൺകൂടാരത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു നിധിയുണ്ട്. എന്തെന്നറിയാമോ?
ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഈ മൺകൂടാരത്തിനകത്ത് ഒരു നിധി എന്ന പോലെ മറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു ദോഷം സംഭവിച്ചു. എന്തെന്നറിയാമോ? ഈ ആത്മാവ് മരിച്ചു കിടക്കുകയാണ്. ഒരു ആത്മീക മരണം ഇതിന് സംഭവിച്ചു. ഏതൊരു തോട്ടത്തിൽ ആദം ഹവ്വ പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ ശിക്ഷയായ മരണം അവരിൽ സംഭവിച്ചു. അഥവാ ദൈവത്തിൽ നിന്ന് അവർ വേർപെട്ടു പോയി. അവർക്ക് ആത്മീക മരണം സംഭവിച്ചു. ഈ ആത്മീക മരണം സംഭവിച്ച ഈ അനുഭവത്തിൽ നിന്ന് അതെ മനുഷ്യനെ വീണ്ടുകൊള്ളുവാൻ, ഈ മനുഷ്യാത്മാവിനെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ പരിഹാരവും പദ്ധതിയും ഒരുക്കി. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. എന്തുകൊണ്ട് ആ പദ്ധതി ഒരുക്കേണ്ടി വന്നു? ഈ ലോകത്തേക്കാൾ വിലയേറിയതാണ് ഇതിനകത്തുള്ള ആത്മാവിന്റെ വില. കാരണം ഈ ആത്മാവ് അത് സ്വർഗത്തിലെ ദാനമാണ്. അതിനെ വീണ്ടുകൊള്ളുവാൻ ഈ ഭൂമിയിലുള്ള യാതൊന്നിനും കൊണ്ടും സാധ്യമല്ലാത്തത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം തന്നെ അതിന്റെ പരിഹാരം വഴിയൊരുക്കി. ഹല്ലേലൂയ, സ്തോത്രം. ഇതത്ര ഏറ്റവും വ്യക്തമായി കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത്. ഈ മൺകൂടാരത്തിനകത്ത് ഒളിഞ്ഞുകിടക്കുന്നതായ ആത്മാവെന്ന നിധിയെ നേടുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന് അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷിയിൽ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. എന്ത് സന്തോഷമായിരുന്നു യേശുവിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്? മനുഷ്യ സൃഷ്ടിയുടെ വീണ്ടെടുപ്പ് എന്ന സന്തോഷം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ക്രൂശിനെ ഹല്ലേലൂയ അവൻ സഹിച്ചു. സകല അപമാനങ്ങളെയും അതെ അവൻ ഒന്നുമല്ലെന്ന് എണ്ണി. എന്തിനു വേണ്ടി? നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പഴയ വാഹനം കൊടുത്ത് പുതിയ വാഹനം വാങ്ങാറുണ്ട്. എന്നാൽ ലോകത്തുള്ള ഒരു മനുഷ്യനും പോലും പുതിയ വാഹനം കൊടുത്ത് പഴയ വാഹനം വാങ്ങാറില്ല. നാം എന്തെങ്കിലും വിട്ടുകളയുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി വിട്ടുകളയുന്നറിയാമോ? ചില പുതുത് നേടിയെടുക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വിട്ടുകളയുന്നത് ഒരിക്കലും നഷ്ടമല്ല, വിറ്റ് കളയുന്നത് ഒരിക്കലും നഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്നത് നിത്യമായ സന്തോഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ സന്തോഷത്തേക്ക് പ്രവേശിക്കുവാൻ, ആ സന്തോഷത്തെ കാംക്ഷിച്ച് ജീവിക്കുവാൻ, നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞ് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക്